പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാനോ നിലവിലുള്ളത് പുതുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ജൂൺ 30 അർദ്ധരാത്രി വരെ പഴയ നിരക്കിൽ തന്നെ ഫീസ് അടച്ച് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ച വിവരം അറിഞ്ഞു കാണുമല്ലോ. വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പാസ്പോർട്ട് നിയമങ്ങൾ 2026 പ്രകാരമുള്ള പുതിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ പാസ്പോർട്ടുകൾ, റീ ഇഷ്യൂ, തത്കാൽ അപേക്ഷകൾ, നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയ പാസ്പോർട്ടുകൾക്ക് പകരമുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഇനി മുതൽ ഉയർന്ന നിരക്കായിരിക്കും ഈടാക്കുക. സാധാരണ അപേക്ഷകർ ഉപയോഗിക്കുന്ന 36 പേജിന്റെ സാധാരണ പാസ്പോർട്ടിന് ഇനി മുതൽ 2500 രൂപയാണ് ഫീസ്. ഇതേ പാസ്പോർട്ട് അടിയന്തരമായി തത്കാൽ പദ്ധതി വഴി ലഭിക്കുന്നതിന് 5000 രൂപ നൽകേണ്ടി വരും. നിരന്തരം യാത്ര ചെയ്യുന്നവർക്കായുള്ള 60 പേജിന്റെ ജംബോ പാസ്പോർട്ട് സാധാരണ അപേക്ഷയ്ക്ക് 3500 രൂപയും തത്കാൽ അപേക്ഷയ്ക്ക് 6000 രൂപയുമായി നിശ്ചയിച്ചിട്ടുണ്ട്. 36 പേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് സാധാരണ പ്രക്രിയയിലൂടെ 5000 രൂപയും തത്കാൽ വഴി 7500 രൂപയും ഈടാക്കും. 60 പേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് സാധാരണ പ്രോസസ്സിംഗിന് 6000 രൂപയും തൽക്കാലിന് 8500 രൂപയുമാണ് പുതിയ നിരക്ക്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയ 36 പേജ് പാസ്പോർട്ടിന് സാധാരണ വിഭാഗത്തിൽ 4250 രൂപയും തത്കാൽ വിഭാഗത്തിൽ 6750 രൂപയും അടയ്ക്കണം. പാസ്പോർട്ടിന് പുറമെ മറ്റ് അനുബന്ധ സേവനങ്ങളുടെ നിരക്കുകളിലും വർധനവുണ്ട്. വിദേശ ജോലി പ്രക്രിയകൾക്ക് അത്യാവശ്യമായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സറണ്ടർ സർട്ടിഫിക്കറ്റ്, ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം വെരിഫിക്കേഷൻ എന്നിവയ്ക്ക് ഇന്ത്യക്കകത്ത് ഇനി മുതൽ 750 രൂപയായിരിക്കും ഫീസ്. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള ഫീസ് 1000 രൂപയായും പുതുക്കി. വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾ അല്ലെങ്കിൽ കോൺസുലേറ്റുകൾ വഴി നൽകുന്ന അടിയന്തര സർട്ടിഫിക്കറ്റുകൾക്ക് $15 തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റുകൾക്ക് $50 ഈടാക്കുമെങ്കിലും ഈ വിഭാഗങ്ങൾക്ക് തത്കാൽ സേവനങ്ങൾ ലഭ്യമാകില്ല. അതേസമയം പാസ്പോർട്ടുകളുടെ കാലാവധി നിബന്ധനകളിൽ മാറ്റമില്ല. മുതിർന്നവർക്ക് നൽകുന്ന പാസ്പോർട്ടുകൾക്ക് 10 വർഷത്തെ സാധുത തുടരും. പ്രായപൂർത്തിയാകാത്തവർക്ക് 5 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചായിരിക്കും പാസ്പോർട്ട് കാലാവധി.